എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തച്ഛന് പുണ്യം കിട്ടും. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? പിന്നെ സേഫ്. ജാവ വളരെ സേഫാണ്. ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. പ്രധാനമന്ത്രി അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിൽ നിന്ന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവും പറയണേ. എന്താ പേര് പറഞ്ഞേ? ആ, യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോ എനിക്കത് അവൾ എന്നോട് പറയാ എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സി. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 ഓ, പൂപ്പരുത്തി. അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോലെ. തമാശകള കൂട്ട്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉന്നമായ പറയണില്ല. അടിച്ചുകളിക്കാരി കൊല്ലത്തെ തമ്പുരാട്ടിയാണോ മാഷേ? ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തിൽ? അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. പ്രസംഗ മത്സര വേദിയിൽ കയ്യടി നേടിയ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു. പ്രീ ഡിഗ്രിക്ക് ചേരുന്ന കോളേജില് അവനും ഉണ്ടായിരിക്കണേന്ന് പ്രാർത്ഥിച്ചു. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, പച്ചേട്ടൻ പാടിയ. ഭാര്യയോട് സ്നേഹവും നട്ടെല്ലുള്ള ആണുങ്ങൾ അങ്ങനെയാ. അതുപോലെയുള്ള ഒരു ഭർത്താവിനെയായിരുന്നു ഞാൻ മോഹിച്ചിരുന്നത്. അപ്പൊ നിനക്ക് അവനല്ലേ മോഹം? ഓ, ഇനിയിപ്പോ മോഹിച്ചിട്ട് എന്താ ബലം? എന്റെ തലയിൽ ഈ ഇടിച്ചല്ലേ വെച്ചു. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ റോമിയോ, റോമി എന്ന് വിളിക്കും. ഞാൻ ചന്തു. ചന്തി വേണ്ട, ചന്തു എന്ന് എന്നെ വിളിച്ചാ മതി. മനസ്സിലായില്ലേ? കാർത്തുമ്പി. ആരും കാർത്തുമ്പിയൊന്നുമില്ല, എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട.